നമ്മൾ മല കയറി ഇങ്ങ് വന്നു. ഇപ്പം മലയുടെ കുന്നിൻ ചെരിവുകളാണിത്. പോകുന്ന വഴി ഒത്തിരി കാറ്റടിക്കുന്നുണ്ട്. അപ്പം മേളിലോട്ട് കയറുന്നോറും ഈ എയർ കാറ്റ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ ഒത്തിരി കടകൾ ഇവിടെ എല്ലാം ഓപ്പണാണ്. നല്ല കാറ്റാണ്. ഇപ്പോൾ നിങ്ങൾ ഈ അറ്റ്മോസ്ഫിയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഗൈസ്, കുറേ നേരമായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇടയ്ക്ക് നിർത്തിയാണ്. നിർത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്താണ് എപ്പോഴും നമ്മൾ മൂന്നാറും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പോകുന്നത്. ഇവിടെ ഞങ്ങൾ കുറച്ച് 2-3 ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ നിർത്തിയാണ്. സോ മറക്കാതെ തന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പാർട്ട് 2 ആയിരിക്കാം, 1 ആയിരിക്കാം, 3 ആയിരിക്കും, ഏതായാലും ഒരു പിടിയില്ല. അത് എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. സോ താങ്ക് യു. എപ്പോഴും മരങ്ങൾ കേട്ടോ, വർഷങ്ങളായുള്ള അപ്പൂപ്പന്മാരും മരങ്ങളാണ്. ആ വീടിൽ കുത്തിത്താടേണ്ടേ ധാരാം മല കയറി പോകേണ്ടേ. ആ വീടിൽ കുത്തിത്താടേണ്ടേ. 7-ാം മല കയറി പോകേണ്ടേ. 8-ാം മല ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യാരറ്റ് ഫ്രഷായിട്ട് കിട്ടും. അത് നമ്മൾ തിന്നിടും. പോകുന്ന വഴി എന്തെങ്കിലും ഓളമൊക്കെ വേണ്ടേ. ക്യാരറ്റ് കണ്ണിന് നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ ഡാം ഏകദേശമായി. പോകുന്ന വഴിക്ക് നമ്മൾ പലയിടത്ത് കയറിയോണ്ട് കുറേ നേരം നമ്മൾ കളഞ്ഞു. ഇതാണ് ഡാം. അപ്പോൾ ഡാമിൽ കയറി നമ്മൾ അകത്തോട്ട് പോവുകയാണ്. അതിന് മുകളിൽ ഇതിര് ഈ ബോട്ടേക്കാരല്ലേ? നീളം എവിടേക്ക്? ഞങ്ങൾ പോയിട്ട് വരാം. വേണ്ട, പോലീസ് പിടിക്കും. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നമ്മുടെ സൂര്യൻ ചാനൽ പോയി, അതുകൊണ്ട് കുറേ നല്ല ഷോട്ടുകൾ മിസ്സാവും. അപ്പം തിരിച്ചിനി കോട്ടയത്തിന്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ മാങ്ങായും പൈനാപ്പിളും ഒക്കെ ഉപ്പും മുളകും കിട്ടുന്നത്, അത് ഞങ്ങളെ മേടിക്കാനായിട്ടാണ്. മാങ്ങയുണ്ടോ? പൈനാപ്പിൾ ഇത് ഉപ്പും മുളകും ഇട്ട് ഒരു 2 കൂടെ. നല്ലുണ്ടോ? ഒരു മിനിറ്റ് ഞങ്ങളിത് നോക്കിയിട്ട് പറയാം. ഈ സാധനം ഇവിടെ വരികയാണെങ്കിൽ മറക്കാതെ അടിപൊളി സാധനം. ഇത് സൂപ്പർ. മധുരവും പുളിയും ഉപ്പും എരിവും ഒരുമിച്ച്. പൈനാപ്പിൾ അടിപൊളി. ക്യാമറ വീഡിയോ
ഇതിന് പക്ഷേ ഇതിന് തന്നെ ഫസ്റ്റ്